താനെന്താ ഞാൻ വിളിച്ചിട്ട് സംസാരിക്കാത്തെ? അത് സാർ, അപ്പോഴത്തെ സാഹചര്യത്തിൽ സംസാരിക്കാൻ സാധിക്കില്ലായിരുന്നു. താൻ കാര്യങ്ങൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ എങ്ങനെ അറിയും? ഇത്രയും സമയം ഞാൻ അനുഭവിച്ച ടെൻഷൻ എന്താണെന്ന് തനിക്ക് മനസ്സിലാവില്ലല്ലോ. അറിയാം സാർ, പക്ഷേ അപ്പം ഞാൻ സംസാരിച്ചിരുന്നെങ്കിൽ എല്ലാം അതോടെ കുളവായനെ. എന്നിട്ട് എന്തായി? ബോംബ് ഫിറ്റ് ചെയ്തല്ലോ അല്ലേ? ഇല്ല സാർ, അത് ഇതുവരെ സാധിച്ചിട്ടില്ല. മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. താൻ എന്താ ഈ പറയുന്നേ? പിന്നെ ഇത്ര നേരം താൻ അവിടെ എന്ത് ചെയ്യായിരുന്നു? പിള്ളേർക്കൊപ്പം ആർത്തുല്ലസിക്കാനല്ല ഞാൻ തനിക്ക് കൊട്ടേഷൻ തന്നേന്ന് മറക്കണ്ട. എനിക്ക് അറിയാം സാർ, ബസ്സിൽ എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ കൂടെയുള്ള ഒന്ന് രണ്ട് പേർക്ക് എന്നെ സംശയമുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തായാലും ഇന്നത് നടന്നിരിക്കണം. സാർ, ചെയ്യാം സാർ. പിന്നെ ആർക്കും സംശയം തോന്നാതെ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് വൈകിയത്. സീറ്റിനടിയിൽ ബോംബ് വെക്കുന്ന കാര്യം വിട്ടേക്ക്, ബസ്സിനടിയിൽ വെക്ക. അതാവുമ്പോ ആരുടെയും കൂടുതൽ ശ്രദ്ധയുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അത് സാറ് പറയും പോലെ ഞാൻ ചെയ്യും. ഈ അനുസരണം വേണ്ടത് ചെയ്യുന്ന ജോലിയില്ല. ഇനിയധികം സമയമില്ല. എത്രയും പെട്ടെന്ന് തന്നെ കാര്യം നടത്തണം. ശരി സാർ. അവസാനമായിട്ട് ഞാൻ പറയാ, ഇന്ന് ഞാൻ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടന്നിരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് താൻ അറിയും. പൊതിഞ്ഞു കെട്ടിക്കൊണ്ടുപോയ ബോംബ് തന്റെ ദേഹത്ത് വെച്ച് കെട്ടി പൊട്ടിക്കും ഞാൻ. സാറെന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഭീഷണിയായിട്ട് കരുതിയാലും കുഴപ്പമില്ല. എനിക്ക് ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നടന്നിരിക്കണം. ഇനി തന്റെ ആവലാതികൾ പറയാൻ എന്നെ വിളിക്കരുത്. ലക്ഷ്യം നടത്തിയ ശേഷം മാത്രം വിളിച്ചാൽ മതി. ഓക്കെ സാർ, സാറിന് തന്ന വാക്ക് ഞാൻ പാലിച്ചിരിക്കും. എനിക്ക് തരാനുള്ള ക്യാഷ് സാർ റെഡിയാക്കി വെച്ചോ. എൻ്റെ അടുത്ത കോള് ലക്ഷ്യം കണ്ടതിന് ശേഷം മാത്രമായിരിക്കും. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് എടുക്ക്. നീ ആ കൊച്ചിനെ കൊണ്ടുപോയി മൂത്രം ഒഴിപ്പിച്ചിട്ട് വാ. ഡോ, വണ്ടി നിർത്ത്. വേണ്ട, നീ അവിടെ പോയിരിക്കും. നിന്നോട് അവിടെ പോയി ഇരിക്കാനാ പറഞ്ഞത്. മാളു വേണ്ട, ഇപ്പൊ വഴക്കുണ്ടാക്കണ്ട. ഇല്ല ഗംഗേ, ഞാൻ ഗംഗയുടെ കൂടെ വരുവാ. എനിക്ക് ഇവിടെ ഇരിക്കാൻ പേടിയാ. മോളിവിടെ വാ, ഒന്ന് രേഷ്മയുടെ അടുത്തിരുന്നോ. വാ, ഇങ്ങോട്ട് പോവാച്ചേ. ആട്ടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്ന നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, ആ കുഞ്ഞ് അവരുടെ കൂടെ പോകുന്നതിന് നിങ്ങൾക്കെന്താ? മിണ്ടരുത് നീ. കേട്ടാ, മിണ്ടിയാ നിന്നെ കൊന്നുകളയും ഞാൻ. മര്യാദക്ക് എന്റെ ഫോൺ ഇതാ, ഫോൺ എടുക്കാൻ. ആരും ഈ വണ്ടി പുറത്തിറങ്ങാൻ പാടില്ല. എന്റെ വാക്കുകൾക്ക് അത് ആരെങ്കിലും ഇവിടുന്ന് പുറത്തിറങ്ങാൻ ശ്രമിച്ചാൽ ഇന്നവരുടെ അവസാനമായിരിക്കും. അത് മറക്കണ്ട. എന്റെ മോളെ ഒന്നും ചെയ്യരുത്. ഗംഗേ, എനിക്ക് ഗംഗയുടെ കൂടെ വരണം. ഗംഗേ, എന്നെയും കൂടി കൊണ്ടുപോ. മോളെ കൂടി ഒന്ന് ഞാൻ കൊണ്ടുപോയിക്കോട്ടെ. ഇപ്പൊ തന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവരാം. എല്ലാവരും കൂട്ടുവരാം. നീ എന്താ ടൂർ പോകണടി? നിനക്ക് പോകണടി. അയ്യോ അയ്യോ, മോളൊന്നും ചെയ്യല്ലേ. എങ്കിലേ നീ അവൾക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കൊടു. മോള് കരയല്ലേ? ഗംഗ ദൂരെ എങ്ങും പോവില്ല. ഇപ്പൊ തന്നെ വരാം. മോളുടെ അടുത്ത് ഇവരെല്ലാവരും ഉണ്ടല്ലോ. രേഷ്മച്ചി, മോളെ ഒന്ന് നോക്കണേ. ശരി ഗംഗേ. മാളു കരയല്ലേ, ഗംഗ എങ്ങും പോകില്ല.
അണ്ണാൻ പോലെ ഇരിക്കുന്നിടത്തൊന്നും അനങ്ങരുത്. അനങ്ങിയ എല്ലാത്തിനെയും കത്തിക്കും ഞാൻ. കേട്ടില്ലേ നീ? അച്ഛാ, ഉമ്മ. മിടുക്കിയായിട്ട് പോയിട്ട് വേഗം വാ. ശരി അച്ഛാ. മഹി സൂക്ഷിച്ച്. അജിത്തെ, രേഷ്മയുടെ ഫോണിലൊന്ന് വിളിച്ചു നോക്കി. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് മഹി, കിട്ടുന്നില്ല. ഇടയ്ക്ക് ഗംഗയെ കൂടി ഒന്ന് ട്രൈ ചെയ്യണം. ഞാൻ രണ്ടാളെയും വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. നമ്മളെ അയാൾ കൊല്ലോ ചേച്ചി? മോള് പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. എനിക്കെന്റെ അച്ഛനെ അമ്മയും കാണണം. എനിക്കെന്റെ അച്ഛനെ അമ്മയും കാണണം. എനിക്ക് വീട്ടിൽ പോണം. കരയില്ലേ, നമുക്ക് പെട്ടെന്ന് പോകാം. എന്താ വരാത്ത രേഷ്മേ? അയാൾക്ക് എങ്ങനെ എന്തെങ്കിലും ചെയ്യോ? ഇല്ല മാളു, മോള് വിഷമിക്കാതിരിക്കെ. ഗംഗ ഇപ്പൊ വരൂ കേട്ടോ. നമുക്കൊന്ന് പോയി നോക്കിയാലോ? വേണ്ട, പുറത്തിറങ്ങരുതെന്നല്ലേ അയാള് പറഞ്ഞത്. നമ്മൾ ഇറങ്ങിയ അയാള് ബാക്കിയുള്ളവരെ എന്തെങ്കിലും ചെയ്താലോ? നിങ്ങൾ ആരും പേടിക്കണ്ട, നമുക്ക് ആർക്കും ഒന്നും സംഭവിക്കില്ല. ഇനി ഇയാളോട് ഞാൻ എന്ത് പറയും? ആ, ഹലോ. താനിതെവിടെയാ? ഒരു ജോലി ഏറ്റെടുത്താൽ അത് എത്രയും പെട്ടെന്ന് തീർക്കണമെന്നറിയില്ലേ? നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ചാൽ എങ്ങനെയാ? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ? നിന്റെ ഈ ന്യായീകരണങ്ങളൊക്കെ എന്റെ അടുത്തേ നടക്കൂ നകുൽ. ബോസിനോട് നീ എന്തു മറുപടി പറയും? നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കുക. ഗംഗയെ ഞാൻ അവിടെ എത്തിച്ചിരിക്കും. എന്ന്? ഇനി എത്ര ദിവസം കൂടി കാത്തിരിക്കണം? ഞാൻ എന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറിയാൽ ഒരാഴ്ച, അതിനുള്ളിൽ ഗംഗ അവിടെ എത്തിയിരിക്കും. നിന്റെ വാക്ക് എനിക്ക് വിശ്വസിക്കാമല്ലോ അല്ലേ? നിങ്ങൾക്ക് എന്താ എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലേ? അന്ന് നിങ്ങൾ പറഞ്ഞ സമയത്ത് ഗംഗ ഞാൻ വണ്ടിയിൽ എത്തിച്ചതല്ലേ? ആ തീപിടുത്ത് എന്റെ തെറ്റല്ലല്ലോ. അതെ, ആ ഒരു കൺസിഡറേഷൻ കൊണ്ട് തന്നെയാ ബോസ് നിന്റെ വാക്കിന് വില തരുന്നത്. അല്ലെങ്കിൽ ബോസിനെ നിനക്കറിയാലോ, അദ്ദേഹം ആഗ്രഹിക്കുന്നത് നടക്കാൻ എന്തു വഴിയും തേടും. ഏയ്, അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഞാൻ ഗംഗയെ ബോസിന്റെ കാൽച്ചുവട്ടിൽ എത്തിച്ചിരിക്കും. ഓക്കെ, ഒരാഴ്ച കൂടി നിനക്ക് സമയം തരാം. അതിനുള്ളിൽ ഗംഗ ഇവിടെ എത്തണം. ഷുവർ, എന്നെ വിശ്വസിക്കുക. ഇപ്പൊ ഞാൻ കുറച്ച് തിരക്കില്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഇനി ഗംഗയും കൊണ്ട് വരുന്ന വിവരം അറിയിക്കാനായിരിക്കണം നീ വിളിക്കുന്നത്. ഹലോ. ഹലോ സാർ. എന്താടോ?
സാർ ടെൻഷൻ ആവണ്ട, എല്ലാം ഓക്കെയാണ് സാർ. ഞാൻ ദാ ബോംബ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ആണോ? ഓ, സമാധാനമായി. താൻ സൂക്ഷിക്കണം, ആർക്കും ഒരു സംശയം തോന്നരുത്. സാറ് പേടിക്കണ്ട, ഒരു 5 മിനിറ്റ്, അതിനുള്ളിൽ എന്റെ ജോലി തീരും. ഞാൻ ഇവിടുന്ന് പോവും. ഇനി സാറ് കേൾക്കാൻ പോകുന്നത് ആ പെൺകുട്ടി കത്തി ചാമ്പലായ കാര്യമായിരിക്കും. ആ വാർത്തയ്ക്കായി കാത്തിരിക്കാൻ ഞാൻ. താൻ വേഗം പണി തീർക്ക്. ഓക്കെ സർ, സാറിനെ ഞാൻ വിളിച്ചോളാം. ഓക്കെ. ആ എന്റെ ശ്രീ മഹേശ്വര, ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു വഴി നീ കാണിച്ചു തരണേ. അവർക്ക് ഞങ്ങളെ സഹായിക്കാൻ സാധിക്കുമോ? അവർക്കൊരു പക്ഷെ സഹായിക്കാൻ പറ്റും. ചേച്ചി, ചേച്ചി, നീ ആരാ? എന്താ വേണ്ടത്? ചേച്ചി, എന്നെ ഒന്ന് സഹായിക്കണം. എന്താ? എനിക്ക് ഫോണും തരാമോ? അത്യാവശ്യമായിട്ട് ഒരാളെ വിളിക്കാനാ. ഇല്ല, അങ്ങനെ വഴി പോകുന്നവർക്കൊന്നും എന്റെ ഫോൺ കൊടുക്കാൻ പറ്റില്ല. നീ ഇനി ഈ ഫോൺ ഉപയോഗിച്ച് എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാലേ ഞാൻ ഇനി അതിന്റെ പുറകെ തൂങ്ങേണ്ടി വരും. ഇല്ല ചേച്ചി, ഭഗവാനെ ഓർത്ത് സഹായിക്കണം. അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാ. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ചേച്ചി, ഒരു തരി മനസാക്ഷി കാണിക്കണം. എനിക്ക് ഒരേ ഒരു കോള് വിളിക്കാനേ ഉള്ളൂ. ശോ, പ്ലീസ് ചേച്ചി. നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? എന്റെ ഫോൺ ഞാൻ ആർക്കും കൊടുക്കില്ല. ചേച്ചി പ്ലീസ്, ദയ കാണിക്കണം. ഒരുപാട് കുഞ്ഞുങ്ങളുടെ ജീവൻ അപകടത്തില. ഇപ്പൊ ചേച്ചി ദയ കാണിച്ച ശ്രീ മഹേശ്വരൻ ചേച്ചി അനുഗ്രഹിക്കും. എനിക്ക് ഈശ്വരന്റെ അനുഗ്രഹമല്ല, പണമാണ് വേണ്ടത്. എന്റെ ഫോൺ ഞാൻ നിനക്ക് തരാം, പക്ഷേ അതിന് പകരം നീ എനിക്ക് പണം തരണം. അയ്യോ, എന്റെ കയ്യിൽ ഇപ്പൊ കാശൊന്നുമില്ല. കാശില്ലെങ്കിൽ ഫോണും തരാൻ പറ്റില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ ചേച്ചി. എനിക്ക് കോള് വിളിക്കാൻ പറ്റിയ കാശ് ഞാൻ എത്തിച്ചു തരാം. അതൊന്നും പറ്റില്ല. ആ വാച്ച് തന്ന ഫോൺ ഞാൻ തരാം, പക്ഷേ ഒരു കോള് മാത്രമേ വിളിക്കാവൂ. ശരി. ദാ വാച്ച്, ഇനി ഒന്ന് ഫോൺ തരൂ. ഒറ്റ കോള് വിളിച്ചിട്ട് തന്നേക്കണേ. ശരി. എത്രയും പെട്ടെന്ന് മഹേട്ടിനെ വിളിച്ച് കാര്യം പറയണം. മഹേട്ടിന് എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല. ആരകത്ത് വിളിക്കുന്നത്? അണ്ണോൺ നമ്പരാ, ഞാനങ്ങ് കട്ട് ചെയ്തു. എന്ത് പണിയായിട്ട് നീ കാണിച്ചേ? അത് എങ്ങനെയായിരിക്കും? ഡ്രൈവറുടെ മറ്റു ഫോൺ വാങ്ങി വിളിച്ചതാണെങ്കിലോ? അയ്യോ, ഞാനത് അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചില്ല. ഈ ടെൻഷനിൽ ഒഴിവാക്കാന്ന് കരുതിയാ ഞാൻ കട്ടാക്കിയത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇല്ല മഹി, ഗംഗയാണെങ്കിൽ ഗംഗയുടെ ഫോണിൽ നിന്നല്ലേ വിളിക്കൂ. അതെങ്ങനെ പറയാൻ പറ്റും? എനിക്ക് തോന്നുന്നത് ഗംഗയുടെ ഫോണിന് എന്തോ പറ്റിയെന്നാ. അതല്ലേ ഗംഗ നേരത്തെ രേഷ്മയുടെ ഫോണിൽ നിന്ന് വിളിച്ചത്? അത് ശരിയാ, ഞാൻ പെട്ടെന്ന് അത് ഓർത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? കട്ടായല്ലോ. മതി മതി, എന്റെ ഫോണിങ് തന്നെ. അയ്യോ ചേച്ചി, എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല, അവിടെ കട്ടാക്കി. ഞാൻ ഒന്നുകൂടി ഒന്ന് വിളിച്ചോട്ടെ? പറ്റില്ല, ഒരു തവണയെ വിളിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞോണ്ടാ ഞാൻ ഫോൺ തന്നത്. അയ്യോ ചേച്ചി, ചേച്ചി ഒരു മനസാക്ഷി കാണിക്കണം. ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് വിളിച്ചോട്ടെ? മലയാളത്തിലല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്? നീ തന്ന സാധനത്തിന് പകരം ഫോൺ ഞാൻ തന്നു കഴിഞ്ഞു. ഇനി എന്റെ പുറകെ വന്ന എന്റെ സ്വഭാവം മാറും. ചേച്ചി അങ്ങനെ പറയല്ലേ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, അത്രയ്ക്ക് അത്യാവശ്യം ആയതുകൊണ്ടാ.
ഒരിക്കൽ കൂടി ഒന്ന് സഹായിക്കണം. തരില്ല എന്ന് പറഞ്ഞാ തരില്ല. നീ ഒന്ന് പോയേ, എനിക്ക് പണിയുണ്ട്. ചേച്ചി, അങ്ങനെ ആ ജോലി കഴിഞ്ഞു. ഹാ, ഇനി കിട്ടാനുള്ള കാശും വാങ്ങി എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. ആ. ചേച്ചി, 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 ദൈവത്തെ ഓർത്ത് കരുണ കാണിക്കണം. ഞാൻ എന്ത് വേണേലും തരാം. നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എന്റെ ഫോൺ തരാൻ പറ്റില്ല. നിനക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്. ഇതിന്റെ ഒന്നും പുറകെ തൂങ്ങാൻ എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ തന്നെ 100 കൂട്ടം പ്രശ്നങ്ങളാ. ഇല്ല ചേച്ചി, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഒരൊറ്റ കോള് കഴിഞ്ഞ് ഞാൻ ഫോൺ തിരിച്ചു തന്നേക്കാം. ശോ, ഇത് വലിയ ശല്യായല്ലോ. ഇതാരാ ഈ സമയത്ത്? പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ആ, അത് ഞാൻ വിളിച്ച നമ്പർ എന്ന് തിരിച്ചു വിളിക്കുന്നതാ. ചേച്ചി, ആ ഫോൺ ഒന്ന് തരുമോ? പറ്റില്ല എന്ന് പറഞ്ഞാ പറ്റില്ല. ദാ, ഇത് വെച്ചോ. എനിക്ക് ആ ഫോൺ ഒന്ന് തരുമോ? ഇതാദ്യമേ തരണ്ടേ? എങ്കി ഇത്രയും പറയേണ്ടി വരില്ലായിരുന്നല്ലോ. പെട്ടെന്ന് വച്ചേക്കണം. എനിക്ക് അധിക നേരം നോക്കി നിൽക്കാനൊന്നും പറ്റത്തില്ല. ആ, മഹേട്ടനാണല്ലോ. എന്റെ ശ്രീ മഹേശ്വര, നീ ഞങ്ങളെ കൈവിട്ടില്ലല്ലോ. മഹേട്ടാ, ഞാനാ. നീ ഇത് എവിടെയാ? എന്താ പറ്റിയത്? മഹേട്ടാ, ഞങ്ങൾ എല്ലാരും അപകടത്തിലാ. എന്താ ഉണ്ടായത്? എന്തായാലും നീ കാര്യം പറ. രേഷ്മയും മാളും മറ്റു കുട്ടികളും ഒക്കെ എവിടെ? അവരെല്ലാരും ഇവിടെ ഉണ്ട്. ഞങ്ങള് അവിടുന്ന് പോകുന്നപ്പോ മുതല് പ്രശ്നങ്ങളാ. എന്നിട്ട് നിങ്ങളിപ്പോ എവിടെയാ? ഞാനിപ്പോ ഒരു കുഞ്ഞിന് മൂത്രം ഒഴിക്കണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ സമയത്ത് അയാൾ കാണാതെ വിളിക്കുന്നതാ. നീ പേടിക്കാതെ ഗംഗേ, ഞാൻ ഉടനെ തന്നെ വരാം. നീ ഏതാ സ്ഥലം എന്ന് പറ. അത് മഹേട്ടാ, എനിക്ക് ഈ സ്ഥലം അറിയില്ല. ഒരു കാട്ടുവഴിയില്ല. ഇവിടെ ഒരു ഹലോ ഹലോ ഗംഗേ, ഗംഗേ, നീ എന്തൊന്നും മിണ്ടാത്തേ? പറയൂ ഗംഗേ. എന്താ മഹി, എന്താ പറ്റിയത്? പറയാം. എന്താ ഗംഗ, എന്താ നീ ഒന്നും മിണ്ടാത്തത്? ഹലോ ഹലോ ഗംഗ എന്താ പറയുന്നത്? അവരെന്തോ വലിയ അപകടത്തില. ഞാൻ പറഞ്ഞില്ലേ, ആ ഹെൽപ്പർ അയാള് ശരിയല്ല. അയാൾ ഇതിന്റെയൊക്കെ പിന്നില്. അയ്യോ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എനിക്കറിയില്ല. ഗംഗ സ്ഥലം പറഞ്ഞു തുടങ്ങിയപ്പോഴാ അവിടെ ആരോ വന്നത്. മിക്കവാറും അത് അയാൾ തന്നെയാവും. മഹി, മഹി ആ ഫോണിങ് തന്നെ. ഗംഗേ, ഗംഗേ, നീ കേൾക്കുന്നില്ലേ? വേണ്ട ജിത്ത്, സംസാരിക്കണ്ട. അതവിടെ കൂടുതൽ പ്രശ്നമാവും. ചിലപ്പോ അയാള് ഗംഗയെ ഉപദ്രവിച്ചെന്നും വരാം. ആ, അത് ശരിയാ. ആ ഫോണിങ് ഇതാ.